പശ്ചിമേഷ്യയിലെ മഹായുദ്ധം തോറ്റത് അമേരിക്കയാണ്, ഇറാൻ അല്ല. ഇനിയും യുദ്ധം ഇങ്ങനെ തുടർന്നു പോയാൽ സ്വന്തം തടി കേടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ജനത പോലും വെറുത്ത ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അതാണ് സമാധാന നോബൽ സമ്മാനത്തിന് വെമ്പൽ കൊണ്ട ട്രംപ് ഇതിന് തയ്യാറായത്. ലോകരാഷ്ട്രീയം ചിലപ്പോൾ യുദ്ധങ്ങൾ കൊണ്ടല്ല, യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ കൊണ്ടാണ് ചരിത്രം എഴുതാറുള്ളത്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെക്കുന്ന സമാധാന കരാർ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ തന്റെ വിദേശ നയ വിജയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി അനുകൂല മാധ്യമങ്ങൾ ഇത് അമേരിക്കയുടെ ശക്തിയുടെ വിജയമാണെന്ന് ഉറക്കെ പറയുന്നു. എന്നാൽ ലോകരാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? അമേരിക്ക വിജയിച്ചോ? ഇറാൻ മുട്ടുമടക്കിയെന്ന് തോന്നുന്നുണ്ടോ? അതോ യുദ്ധം തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇരുപക്ഷവും എത്തിച്ചേർന്നതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആദ്യം അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു അമേരിക്കൻ പ്രസിഡന്റും വിദേശ നയം രൂപപ്പെടുത്തുമ്പോൾ വിദേശ രാജ്യങ്ങളെ മാത്രം നോക്കാറില്ല, സ്വന്തം വോട്ടർമാരെ തന്നെയാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെ ഹോർമുസ് പ്രതിസന്ധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചെറിയ തിരിച്ചടിയായിരുന്നില്ലല്ലോ. ലോക എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന കടലിടുക്കാണ് ഹോർമുസ്. അവിടെയുള്ള സംഘർഷം മൂലം എണ്ണവില ഉയർന്നു വന്നു, ഷിപ്പിംഗ് ചെലവുകൾ ഏറെ കൂടി, ആഗോള വിപണികൾ ആശങ്കയിലായി. അമേരിക്കയിലെ സാധാരണ വോട്ടർമാർക്ക് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് പെട്രോൾ പമ്പിലെ വില. ഇന്ധനവില ഉയരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം നേരിടേണ്ടി വന്നത് വൈറ്റ് ഹൗസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായിട്ട് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന ഘട്ടത്തിലേക്ക് അമേരിക്ക എത്തിച്ചേരുന്നത്. മാത്രവുമല്ല, ദിവസങ്ങൾക്കുള്ളിൽ ഇറാനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം തുടങ്ങിയപ്പോൾ കരുതിയത്. പക്ഷേ നടന്നത് മറ്റൊന്നാണ് എന്ന് മാത്രം. തോൽക്കുമെന്ന് ലോകം വിധി എഴുതിയ നിമിഷത്തിലാണ് ഇറാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ചത്. അവരുടെ തിരിച്ചടിയിൽ പതറിപ്പോയ ട്രംപിനെയും നെതന്യാഹുവിനെയും ലോകം നോക്കി നിന്നതാണ്. ഇസ്രായേലിന്റെ പൂർണ്ണ സമ്മതം ഇല്ലാഞ്ഞിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ അമേരിക്ക ഒടുവിൽ തീരുമാനിച്ചതാണ്. ഇത് അമേരിക്കയുടെ കീഴടങ്ങലല്ലാതെ മറ്റെന്താണ്? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് അമേരിക്കയുടെ പരാജയമാണോ അതോ ഇറാനാണോ ഇവിടെ പരാജയപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. ഇപ്പോൾ യുദ്ധമൊക്കെ അവസാനിച്ചതോടെ ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം നല്ല ശക്തമായിട്ട് തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി വരുന്നത് ഭാവിയിൽ നമുക്ക് നല്ല ദിവസങ്ങളാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒന്നും അറിയാതെ നിങ്ങൾ ആരും മാർക്കറ്റിലേക്ക് പോകേണ്ട. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിജീവിച്ചിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയുടെ കൂടെ തന്നെ നിന്നിട്ടുള്ള ടാറ്റ ബ്രാൻഡിന്റെ നല്ലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെറും 2000 രൂപ മുതൽ ഇതിൽ നിക്ഷേപം നടത്താനുള്ള അവസരമാണിത്. അതും നമ്മൾ നിക്ഷേപിച്ച പൈസ പോകില്ല എന്ന നല്ലൊരു ഉറപ്പോടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മാർക്കറ്റ് ഇങ്ങനെ കയറുന്ന സമയത്ത് നല്ല ലാഭം കിട്ടുകയും ചെയ്യും. ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ലൈഫിന്റെ മൾട്ടി ഫാക്ടർ ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കം മുതലേ 21.3% വരെ ശരാശരി റിട്ടേൺ ഓരോ വർഷവും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോങ് ടേമിലേക്ക് വളർച്ചാ സാധ്യതയുള്ള കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തോളമായി മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളിലേക്കാണ് പോകുന്നത്. NAV 10 രൂപയാണ്. കൂടാതെ മന്ത്ലി പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വർഷത്തിൽ 2.5 ലക്ഷം വരെയുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട. പ്രവാസികൾക്ക് മാസം 18,000 വെച്ച് അടച്ചാൽ 2 കോടി വരെ റിട്ടേൺ സാധ്യതയും പറയുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ടാറ്റ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതിനു മുൻപായി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമന്റിലെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എവിടെയാണ് ട്രംപിന്റെ കണക്ക് കൂട്ടൽ തുടങ്ങുന്നത്? യുദ്ധം തുടരുകയും എണ്ണവില ഉയരുകയും ചെയ്താൽ അതിന്റെ ആഘാതം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജനപ്രീതിയെ ബാധിക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകുന്ന അമേരിക്കയിൽ ഇത് വലിയ അപകട സാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ സമാധാന കരാർ വെറും വിദേശ നയ തീരുമാനം മാത്രമല്ല, ആഭ്യന്തര രാഷ്ട്രീയ ആവശ്യകത കൂടിയായി അത് മാറി. അതേസമയം ഈ കരാറിനെ പൂർണ്ണ വിജയമായി അവതരിപ്പിക്കാൻ അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇത് അന്തിമ കരാറൊന്നുമല്ല, മറിച്ച് ഒരു ചട്ടക്കൂട് മാത്രമാണ്. ഹോർമുസ് തുറക്കുക, ഉപരോധങ്ങളിൽ ചില ഇളവുകൾ പരിഗണിക്കുക, ആണവ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തുക എന്നിവയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നിരവധി വിഷയങ്ങൾ ഇനിയും തീർപ്പായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്.
ഇറാന്റെ മിസൈൽ പദ്ധതി, പ്രാദേശിക സായുധ കൂട്ടായ്മകളുമായിട്ടുള്ള ബന്ധം, ദീർഘകാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഇപ്പോഴും തുറന്ന ചോദ്യങ്ങളായി പശ്ചിമേഷ്യയിൽ തുടരുകയാണ്. ഇനി നമുക്ക് ഇതിൽ അതൃപ്തിയുള്ള ഇസ്രായേലിലേക്ക് വരാം. ഈ കരാറിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം ഇറാന്റെ സൈനിക ശേഷിയിലും പ്രാദേശിക സ്വാധീനത്തിലും വലിയ നിയന്ത്രണങ്ങൾ വരുത്തുക എന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ ധാരണയിൽ അത്തരം വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ നിന്ന് ഇസ്രായേൽ അകന്നു നിൽക്കുകയും സ്വന്തം സുരക്ഷാ ആശങ്കകൾ തുടർന്നും ഉന്നയിക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ട്രംപിന്റെ ഈ തീരുമാനം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യം നമ്മൾ കാണാൻ കഴിയുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ടത് സംഘർഷം കുറയ്ക്കുകയും ആഗോള വിപണികളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്ന കാര്യമാണ്. എന്നാൽ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടിൽ വിഷയം ദീർഘകാല സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളുടെയും മുൻഗണനകൾ എല്ലായ്പ്പോഴും ഒരുപോലെയാകണമെന്നില്ല. ഇത് തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളൽ സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത്. ഇപ്പോൾ ഈ കരാറിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം ആർക്കാണ് ലഭിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്, അല്ലെ? അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് ഒരു നയതന്ത്ര വിജയം അവകാശപ്പെടാനുള്ള ഒരു അവസരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എണ്ണവിലയിലെ അനിശ്ചിതത്വം കുറയ്ക്കാനും യുദ്ധച്ചെലവ് ഒഴിവാക്കാനും സാധിക്കും. ഇറാന് ലഭിക്കുന്നത് ഉപരോധ സമ്മർദ്ദത്തിൽ നിന്ന് ഒരു ആശ്വാസവും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഇടവും ലഭിക്കുമെന്ന പ്രതീക്ഷയുമാണ്. അതേസമയം ഇസ്രായേലിന് ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ തോറ്റുപോയത്. അതിനാൽ ഈ കരാറിനെ ഒരു പക്ഷത്തിന്റെ പൂർണ്ണ വിജയമായോ അല്ലെങ്കിൽ മറ്റൊരു പക്ഷത്തിന്റെ പരാജയമായോ കാണുന്നത് പ്രയാസകരമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിട്ടുവീഴ്ചയാണ്. അമേരിക്കയ്ക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇറാന് സാമ്പത്തിക ആശ്വാസം ആവശ്യവുമാണ്. ലോക വിപണികൾക്ക് സ്ഥിരതയും വേണം. ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ചർച്ചാമേശയിലേക്ക് എല്ലാവരെയും എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിവിടെ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഈ കരാർ ഒരു താൽക്കാലിക ഇടവേള മാത്രമാണോ, അതോ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത മാസങ്ങളിലെ സംഭവ വികാസങ്ങളിലായിരിക്കും നൽകാൻ പോകുന്നത്. യുദ്ധം അവസാനിക്കുകയും സമാധാനം പുലരുകയും തന്നെയാണ് വേണ്ടത്. ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷമുള്ള 60 ദിവസത്തെ കാലയളവ് ഇരുപക്ഷത്തിനും അതീവ നിർണായകവുമാണ്. ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുന്നതിലും ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിലും ഉണ്ടാകുന്ന യഥാർത്ഥ പുരോഗതിയും ആത്മാർത്ഥതയും ഈ ദിവസങ്ങളിലാണ് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ തങ്ങളുടെ പരമാധികാരത്തെയും സൈനിക ശേഷിയെയും തൊട്ടുകളിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ കരാറിന്റെ ഭാവിയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപ് ഭരണകൂടത്തിന് ഈ കരാർ വലിയൊരു രാഷ്ട്രീയ ആയുധമാണ്. എന്നാൽ കരാറിലൂടെ അമേരിക്കൻ ജനതയ്ക്ക് സാമ്പത്തിക ആശ്വാസം, പ്രത്യേകിച്ച് ഇന്ധനവിലയിലും പണപ്പെരുപ്പത്തിലും കാര്യമായ കുറവ് വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ട്രംപിന് മേൽ ആഭ്യന്തര സമ്മർദ്ദം ഇനിയും ഏറിയേക്കാം. അതുകൊണ്ട് തന്നെ അമേരിക്ക എത്രത്തോളം ഈ കരാറിൽ ഉറച്ചു നിൽക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറുവശത്ത് നിൽക്കുന്നത് ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങളാണ്. ഇത് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും സങ്കീർണമാക്കിയേക്കാം. ഈ കരാർ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഇസ്രായേൽ അമേരിക്കയെ മറികടന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കോ അതുപോലെ തന്നെ ഹിസ്ബുള്ള പോലുള്ള പ്രതിരോധ ഗ്രൂപ്പുകൾക്കോ നേരെയോ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ നടത്താൻ തുനിഞ്ഞാൽ അത് മേഖലയെ വീണ്ടും ഒരു വലിയ കൊടുങ്കാറ്റിലേക്ക് തന്നെയാണ് തള്ളിവിടുക. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ പൂർവാധികം ശക്തിയോടെ ഇറാനും തിരിച്ചടിക്കും. കൂടാതെ ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ മറ്റ് പ്രാദേശിക ശക്തികളെ സ്വന്തമായി ആണവ സ്വപ്നങ്ങളിലേക്ക് നയിക്കാനും പ്രേരിപ്പിച്ചേക്കാം. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് കൂടി വഴി തുറന്നേക്കാം എന്ന വിലയിരുത്തലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും ഈ കരാർ ഒരു താൽക്കാലിക ശാന്തത മാത്രമാണോ, അതോ ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണോ എന്ന് വരും മാസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളും ചെറുത്തു നിൽപ്പുകളും തന്നെയാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്ത് തന്ത്രമായാലും കുതന്ത്രമായാലും യുദ്ധം അവസാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധമൊക്കെ അവസാനിക്കുമെന്ന് ഉറപ്പായപ്പോൾ മാർക്കറ്റ് ശക്തമായി തിരിച്ചു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡായ ടാറ്റയോടൊപ്പം ചേർന്ന് പണം വളർത്താനുള്ള അവസരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും മറക്കരുത്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയോ ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ടാറ്റ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് ഓർക്കുക. പെട്ടെന്ന് ചെക്ക് ചെയ്തോളൂ. പിന്നെ ഈ കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.